കഥ തുടരുന്നു. ദത്തനും ഗൗതമും അമിച്ചകരിയിലെ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ രാത്രി 8 മണി കഴിഞ്ഞിരുന്നു. ഇരുവരും ആലപ്പുഴയ്ക്ക് പോയതായിരുന്നു. പോർച്ചിൽ കാർ നിർത്തിയപ്പോൾ ദത്തൻ ആദ്യം ഇറങ്ങി. ഡ്രൈവർ സീറ്റിൽ നിന്ന് ഗൗതവും ഇറങ്ങി ഡോർ ലോക്ക് ചെയ്തു. ഇരുവരും സിറ്റൗട്ടിൽ കയറി. സാധാരണ കാർ വന്നു നിൽക്കുമ്പോൾ ചന്ദ്രിക വന്ന് വാതിൽ തുറക്കേണ്ടതാണ്. എന്നാൽ ഇന്നതുണ്ടായില്ല. ഗൗതം കോളിംഗ് ബെൽ അമർത്തി. അകത്തുനിന്ന് അസ്പഷ്ടമായൊരു ശബ്ദം കേട്ടു. നാശം, അവൾ ബാത്റൂമിലോ മറ്റോ ആണെന്ന് തോന്നുന്നു. ദത്തൻ അസ്വസ്ഥനായി. അയാൾ നന്നേ മദ്യപിച്ചിരുന്നു. ഗൗതം വാതിലിൻ്റെ ഹാൻഡിലിൽ പിടിച്ചു നോക്കി. അത് മെല്ലെ തിരിഞ്ഞു. ഭാഗ്യം, ലോക്ക് ചെയ്തിട്ടില്ല. വാതിൽ തുറന്ന് അവൻ അകത്തേക്ക് കാൽ വെച്ചു. പിറകെ ദത്തനും. ചന്ദ്രികയെ, അയാൾ ശബ്ദമുയർത്തി വിളിച്ചു. ഞാനിവിടുണ്ട്, വേഗം ഇങ്ങോട്ട് വാ. അടുക്കളയിൽ നിന്ന് ഞരങ്ങിയ ശബ്ദം. എന്തോ കുഴപ്പമുണ്ടെന്ന് ഇരുവർക്കും തോന്നി. ദത്തനും ഗൗതവും ഒന്നിച്ചവിടേക്ക് ഓടി. അയ്യോ, എന്താ അമ്മേത്? ഗൗതത്തിൻ്റെ ശബ്ദത്തിൽ അമ്പരപ്പ്. മുന്നിലെ കാഴ്ച ദത്തനെയും ഞെട്ടിച്ചിരുന്നു. കുപ്പിച്ചിലുകൾക്കിടയിൽ എഴുന്നേൽക്കാനാവാതെ ഇരിക്കുകയാണ് ചന്ദ്രിക. അവളുടെ വലത് കാലിൽ നിന്ന് പതഞ്ഞിറങ്ങിയ ചോര ഗ്രാനൈറ്റ് ഫ്ലോറിൽ പരന്നിരിക്കുന്നു. വലത് കൈമുട്ട് നീര് വന്ന് വീർത്തിരിക്കുന്നു. ദത്തൻ ഭാര്യയെ പിടിച്ചു പൊക്കാൻ ഭാവിച്ചു. പൊക്കല്ല് ചേട്ടാ, എൻ്റെ കാലിൽ കുപ്പിച്ചില് കയറിയിട്ടുണ്ട്, ചന്ദ്രിക വിലപിച്ചു. ഗൗത അമ്മയ്ക്കരികിൽ ശ്രദ്ധയോടെ ഇരുന്നു. ശേഷം ചോരയിൽ കുതിർന്നിരിക്കുന്ന കുപ്പിച്ചില്ലിൽ പിടിച്ച് ഒറ്റവലി. എടാ മുടിഞ്ഞോനെ, ഒന്ന് പതുക്കെ, ചന്ദ്രിക പിന്നെയും നിലവിളിച്ചു. കുപ്പിച്ചില് വലിച്ചൂരിയതോടെ രക്തം ചീറ്റിത്തെറിച്ചു. ചന്ദ്രിക കാൽ കുടഞ്ഞു. ചോരത്തുള്ളികൾ ഗൗതത്തിൻ്റെ വസ്ത്രത്തിലേക്ക് ചിതറി വീണു. പിടിക്കച്ചാ. ഗൗത അമ്മയുടെ കാലിൻ്റെ ഭാഗത്ത് പിടിച്ചു. ദത്തൻ അവളുടെ കക്ഷത്തിലൂടെ കൈ കടത്തിയും. ഇരുവരും ചേർന്ന് അവളെ സിറ്റിംഗ് റൂമിലെ സോഫയിൽ കൊണ്ടിരുത്തി. ഗൗതം വേഗം പോയി കുറച്ച് തുണിയെടുത്തു കൊണ്ടുവന്ന് ചന്ദ്രികയുടെ കാൽപ്പത്തിയിൽ മുറുക്കിക്കെട്ടി. എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോടാ. ചന്ദ്രികയ്ക്ക് വലത് കൈ അനക്കാനേ വയ്യ. ഗൗതം പോർച്ചിൽ നിന്ന് കാർ ഇറക്കി സിറ്റൗട്ടിൻ്റെ അരികിൽ കൊണ്ടുവന്ന് നിർത്തി. പിന്നെ അച്ഛനും മകനും ചേർന്ന് ചന്ദ്രികയെ കാറിൻ്റെ പിൻസീറ്റിൽ കയറ്റിക്കിടത്തി. ദത്തൻ വാതിലടച്ച് പൂട്ടിയിട്ട് വന്ന് ഭാര്യയ്ക്കൊപ്പം കയറി. അവളുടെ ശിരസ്സുയർത്തി തൻ്റെ മടിയിൽ വെച്ചു. ഗൗതം കാർ മുന്നോട്ടെടുത്തു. മോനെ, കാറിൻ്റെ ഗ്ലാസ് താഴ്ത്തിയിട്, മദ്യത്തിൻ്റെ ഗന്ധം കൊണ്ട് എനിക്ക് മേല, ചന്ദ്രിക പറഞ്ഞു. ഗൗതം അനുസരിച്ചു. ആദ്യം അടുത്തുള്ള നഴ്സിംഗ് ഹോമിലേക്ക് പോയെങ്കിലും അവിടെ ഡോക്ടർ ഉണ്ടായിരുന്നില്ല. വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് പോകുവാൻ തീരുമാനമായി. ആ യാത്രക്കിടെ തനിക്ക് സംഭവിച്ചത് എന്താണെന്ന് ചന്ദ്രിക മകനോടും ഭർത്താവിനോടും പറഞ്ഞു. പിന്നെ ഇങ്ങനൊരു വാചകവും കൂട്ടിച്ചേർത്തു. അവളില്ലേ, ആ പല്ലവി, അവിടെ പ്രാക്ക. ഇത് നമ്മൾ അവിടെ അമ്മയുടെ ശവം കാണാൻ ചെല്ലാഞ്ഞതിന്. ഗൗതമോ ദത്തനോ അതിന് മറുപടി പറഞ്ഞില്ല. ചന്ദ്രിക പിന്നെയും പല്ലവിയെ ശപിച്ചുകൊണ്ടിരുന്നു. അടുത്ത ദിവസം രാവിലെ പല്ലവി അമ്മയെ ദഹിപ്പിച്ച ഭാഗത്തേക്ക് ചെന്ന് നോക്കി നിന്നു. അമ്മ ഇല്ലെന്ന് വിശ്വസിക്കാനാവുന്നില്ല. ചിത പൂർണ്ണമായും എരിഞ്ഞടങ്ങിയിരിക്കുന്നു. സുരേഷിൻ്റെ അമ്മ രാവിലെ കഞ്ഞിയും കടുകമാങ്ങയും കൊണ്ട് വച്ചിട്ട് പോയതാണ്. ആരും അതിൽ തൊട്ടിട്ട് കൂടിയില്ല. അവസാനം ഭാനുമതി കുറച്ച് കഞ്ഞി പകർന്ന് കടുമാങ്ങ അച്ചാറുമായി ഗോപിദാസിൻ്റെ അടുത്ത് ചെന്നു. വേണ്ടമ്മേ, അയാൾ പറഞ്ഞു. എന്നാൽ ഭാനുമതി സമ്മതിച്ചില്ല. ഇന്നലെ നീ ജലപാനം നടത്തിയിട്ടില്ല. ഇനിയും കഴിക്കാതിരുന്നാൽ നിന്നെ ഏതെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടി വരും. അല്ലെങ്കിൽ നിന്റെ ചിതയും ഈ അമ്മയ്ക്ക് കാണേണ്ടി വരും. ഭാനുമതിയുടെ കണ്ടമിടറി. ഗോപിദാസ് അവരെ സൂക്ഷിച്ചു നോക്കി. അവളില്ലാത്ത വീട്ടിൽ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതല്ലേ അമ്മേ? ഗോപിദാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഓരോരുത്തരും മരിക്കേണ്ടവരാ എന്ന് വെച്ച് ആരില്ലെങ്കിലും നിന്റെ മകൾക്ക് പേരിനെങ്കിലും നീ ഉണ്ടാവണ്ടേടാ. ആ ചോദ്യം ഗോപിദാസിനെ ഒന്നുലച്ചു. തൻ്റെ മക്കൾ, അവർക്കിനി താനേയുള്ളൂ. അയാൾ മെല്ലെ കൈനീട്ടി അമ്മയുടെ കയ്യിൽ നിന്ന് കഞ്ഞിപ്പാത്രം വാങ്ങി. 9 മണി കഴിഞ്ഞപ്പോൾ സഖാവ് കരുണനും ഏതാനും ചെറുപ്പക്കാരും അങ്ങോട്ട് വന്നു. തിണ്ണയിൽ അമ്മയുടെ ചിതയിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പല്ലവി. അടുത്ത് ബാലുവും ഉണ്ടായിരുന്നു. മോളെ പല്ലവി, കരുണൻ വിളിച്ചപ്പോൾ അവൾ മുഖമുയർത്തി. ഇനി ഈ പന്തലും കസേരയും ഒക്കെ ഇനി മടക്കി കൊടുക്കുന്നതല്ലേ നല്ലത്? സഞ്ചയനത്തിൻ്റെ തലേന്ന് വീണ്ടും കൊണ്ടുവരാം. അല്ലെങ്കിൽ അത്രയും ദിവസത്തെ വാടക കൂടി കൊടുക്കണ്ടേ? പല്ലവി തലയാട്ടി. അങ്ങനെയാവട്ടെ സഖാവേ. ചെറുപ്പക്കാർ കസേര അടുക്കി വെച്ചു. ടാർപ്പാളിനും അടിച്ചു മടക്കി. കരുണൻ ഫോൺ ചെയ്തതനുസരിച്ച് ഒരു പെട്ടിയോട്ടയും എത്തിച്ചേർന്നു. വാടകയും വണ്ടിക്കൂലിയും ചേർത്ത് എത്രയേ സഖാവേ? പല്ലവി എഴുന്നേറ്റു. പിന്നെ കൊടുത്താലും മതി മോളെ. അത് വേണ്ട, കട ഇട്ടേക്കണ്ട, കരുണാൻ വാടക പറഞ്ഞു. പല്ലവി അകത്തേക്ക് പോയി ഭിത്തിയലമാര തുറന്നു. വള്ളംകളി ദിവസത്തെ വിറ്റുവരവ് രാത്രിയിൽ വന്നപ്പോൾ അവിടെയാണ് വച്ചിരിക്കുന്നത്. എണ്ണി നോക്കുക കൂടി ചെയ്തിട്ടില്ല. എങ്കിലും 10,000-ഓട് അടുത്ത് വരുമെന്ന് പല്ലവിക്കറിയാം. സാധാരണ വയ്ക്കാറുള്ള തട്ടിൽ പഴ്സ് കണ്ടില്ല. 3-4 വർഷങ്ങൾക്ക് മുമ്പ് ആലപ്പുഴ ബീച്ച് ഫെസ്റ്റിന് പോയപ്പോൾ പല്ലവി തങ്കത്തിന് വേണ്ടി വാങ്ങിച്ച ഇത്തിരി വലിപ്പമുള്ളൊരു പേഴ്സായിരുന്നു അത്. അന്നു മുതൽ തങ്കം ഒരു നിധി പോലെയാണ് അത് കൊണ്ടു നടന്നിരുന്നത്. നിറം ഇത്തിരി മങ്ങിയെന്നല്ലാതെ ആ പേഴ്സിന് യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. പല്ലവി അലമാരയുടെ അടുത്ത തട്ടുകളും പരിശോധിച്ചു. അതിലുണ്ടായിരുന്ന സാധനങ്ങൾ മുഴുവൻ വാരി മേശപ്പുറത്തേക്കിട്ടു. പേഴ്സില്ല. അവിടെ തന്നെയാണ് അത് വെച്ചതെന്ന് അവൾക്ക് നല്ല ഉറപ്പുണ്ട് താനും. എങ്കിലും അവൾ മേശയുടെ 2 ഡ്രോകളും തുറന്നു നോക്കി. അവിടെയുമില്ല. അമ്പരപ്പും വിഷമവും ഒന്നിച്ചുണ്ടായി പല്ലവിക്ക്.
കർമ്മം ചെയ്യാൻ വന്ന ആളിനും ചിതയൊരുക്കിയതിനും മറ്റും പണം കൊടുത്തത് ചിറയിലെ ചിലർ ചേർന്നാണ്. പല്ലവിയുടെ മുഖഭാവം കണ്ട് ഭാനുമതി വേഗം വന്നു. എന്താ മോളെ? അവൾ കാര്യം പറഞ്ഞു. ഈശ്വരാ! ഭാനുമതി നെഞ്ചിൽ കൈവച്ചു. തങ്കത്തിൻ്റെ അവസാന ദിവസത്തെ കച്ചവടത്തിൻ്റെ കാശും പോയോ? ഇന്നലത്തെ തിരക്കിനിടയ്ക്ക് പഴ്സ് ആരോ അടിച്ചു മാറ്റിയതാ. ഭാനുമതിക്ക് അക്കാര്യത്തിൽ സംശയമേയില്ല. സഖാവ് കരുണനകത്തേക്ക് വന്നു. എന്തു പറ്റി പല്ലവി? മറുപടി പറഞ്ഞത് ഭാനുമതിയാണ്. ഇവിടെ ഇരുന്ന കാശ് ആരാണ്ട് അടിച്ചു പോയി കരുണ. കരുണ നമ്പരുന്നു. മരണം നടന്ന വീട്ടിൽ പോലും മോഷ്ടിക്കുക. അവൻ്റെയൊക്കെ മനസ്സെന്തായിരിക്കും? കരുണന് സമൂഹത്തോട് തന്നെ പുച്ഛം തോന്നി. അയാൾ പല്ലവിയെ ആശ്വസിപ്പിച്ചു. സാരമില്ല മോളെ, വാടക നമുക്ക് പിന്നെ കൊടുക്കാം. അത് വേണ്ട സഖാവേ. അവൾ ഗോപിദാസ് കിടന്ന മുറിയിലേക്ക് ചെന്നു. കിടക്കയുടെ ശിരസിൻ്റെ ഭാഗത്തെ മെത്ത ഉയർത്തി. കഴിഞ്ഞ കുറച്ച് ദിവസമായി മിച്ചം വന്നിരുന്ന രൂപ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് പല്ലവി കസേരയ്ക്ക് മറ്റുമുള്ള വാടക പണം നൽകി. അതിനടുത്ത ദിവസം ഉച്ചയ്ക്ക് മുമ്പ് പല്ലവി അച്ഛനെ കുളിപ്പിച്ച് പുതിയ വസ്ത്രങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഭാനുമതിയുടെ ഫോൺ ബെല്ലടിക്കുന്നത് കേട്ടു. അവർ അടുക്കളയിലായിരുന്നതിനാൽ കേട്ടില്ല. വല്യമ്മേ, ഫോൺ അടിക്കുന്നു, പല്ലവി വിളിച്ചു പറഞ്ഞു. ചെയ്തുകൊണ്ടിരുന്ന ജോലി നിർത്തിവെച്ച് തോളിൽ കിടന്നിരുന്ന തോർത്തിൽ കൈ തുടച്ചുകൊണ്ട് ഭാനുമതി വന്ന് ഫോൺ എടുത്തു. ഹലോ അമ്മേ. അപ്പുറത്തു നിന്ന് ഒരു നിലവിളി. ആ ശബ്ദം ഭാനുമതി തിരിച്ചറിഞ്ഞു. ചന്ദ്രിക, തൻ്റെ മകൾ. അവരുടെ നെറ്റി ചുളിഞ്ഞു. എന്തിനാടി വിളിക്കുന്നേ? അവളോടുള്ള അനിഷ്ടം ഒട്ടും കുറയ്ക്കാതെ ഭാനുമതി തിരക്കി. പല്ലവി അത് ശ്രദ്ധിച്ചു. അപ്പുറത്തു നിന്ന് ഏതാണ്ട് 2 മിനിറ്റോളം നേരത്തെ സംസാരം. കണക്കായി പോയടി. ദൈവ എന്നൊരാൾ മുകളിലിരുന്ന് എല്ലാം കാണുന്നുണ്ടെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. നീ വലിയ പണക്കാരി ആയതുകൊണ്ട് കുഴപ്പമില്ലടി. തങ്കം മരിച്ച വിവരം നിന്നോട് ഞാൻ പറഞ്ഞപ്പം നീ എന്താ പറഞ്ഞത്? ഇപ്പോഴിപ്പം അവനവൻ ചെയ്യുന്നതിൻ്റെ ഫലം പെട്ടെന്ന് തന്നെ കിട്ടുമെന്ന് ഉറപ്പായല്ലോ. അപ്പുറത്തു നിന്ന് എന്താണ് പറയുന്നതെന്ന് പല്ലവിക്ക് കേൾക്കുവാൻ കഴിഞ്ഞില്ല. പക്ഷേ അതിനും ഭാനുമതി നൽകിയ മറുപടി ഇങ്ങനെ. അതൊന്നും പറ്റത്തില്ലടി. ഇവിടെ ഈ പിള്ളേരെയും ഗോപിയെ ഇട്ടിട്ട് ഞാൻ വന്ന് നിൽക്കത്തില്ല. കാശ് കൊടുത്താൽ നിനക്ക് ഇഷ്ടം പോലെ വേലക്കാരെ കിട്ടുമല്ലോ. അല്ലെങ്കിൽ നിൻ്റെ സൽപുത്രനെ കൊണ്ട് പെട്ടെന്നൊരു കല്യാണം കഴിപ്പിക്കേ. അത്രയും പറഞ്ഞതേ ഭാനുമതി ഫോൺ കട്ട് ചെയ്തു. ഗോപിദാസിനെ വീൽ ചെയറിലിരുത്തിയിട്ട് പല്ലവി ഭാനുമതിയെ സമീപിച്ചു. വല്യമ്മ ആരോടെ ദേഷ്യത്തിൽ സംസാരിച്ചത്? എൻ്റെ മോളോട്. അവൾക്കിപ്പോൾ എൻ്റെ സഹായം വേണം പോലും. അതെന്താ? പല്ലവി നെറ്റിച്ചുളിച്ചു. അവിടെ കാലിൽ കുപ്പിച്ചില്ലി കയറി അടുക്കളയിൽ വീണു കൈ മുട്ടിരിച്ച് പൊട്ടി. അതിനുള്ളിലെ ബോൾ പോയി പോലും. അത് പിന്നെ ഓപ്പറേഷൻ ചെയ്ത് നീക്കി. വണ്ടാനം മെഡിക്കൽ കോളേജിലാണ്. ഞാൻ അവിടെ ചെന്ന് നിൽക്കാൻ എൻ്റെ പട്ടി പോകും. ഭാനുമതി അടുക്കളയിലേക്ക് തിരിച്ചു നടന്നു. പല്ലവി പിറകെ ചെന്നു. ആൻറ്റിക്ക് അങ്ങനെ പറ്റിയെങ്കിൽ തീർച്ചയായും വല്യമ്മ പോകണം. ഒരാൾ എങ്ങനെയുള്ളതായിക്കോട്ടെ. ഒരപകടം വരുമ്പോഴല്ലേ നമ്മൾ സഹായിക്കേണ്ടത്. ഭാനുമതി പല്ലവിയെ തുറച്ചു നോക്കി. നിന്നെ ഇത്രയുമൊക്കെ ദ്രോഹിച്ച അവൾക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ സംസാരിക്കുക നിനക്ക് എങ്ങനെ കഴിയുന്നു മോളെ? പല്ലവിയുടെ മുഖത്ത് ഒരു വിളറിയ ചിരി വന്നു മാഞ്ഞു. വല്യമ്മേ, ഒരാളുടെ സ്വഭാവത്തിൻ്റെ ഏറ്റവും വലിയ ഘടകം അവരുടെ വിദ്യാഭ്യാസവും സംസ്കാരവും സംസർഗവുമാണ്. ആൻറ്റിയുടെ സംസർഗം നേരത്തെ പറഞ്ഞതൊക്കെ ഇല്ലാത്തവരുടെ കൂടെയായിപ്പോയി. അതാ. ഭാനുമതിക്ക് പൂർണ്ണമായും മനസ്സിലായില്ല. അവർ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. അതുകൊണ്ട് പല്ലവി തുടർന്നു, വല്യമ്മയും വല്യച്ഛനും പോകണം. അവിടെ സഹായത്തിന് നിൽക്കണമെങ്കിൽ നിൽക്കുകയും വേണം. ഇല്ല, ഞങ്ങൾ പോകത്തില്ല, ഭാനുമതി തീർത്തു പറഞ്ഞു. വല്യമ്മയുടെ മോളല്ലേ ചന്ദ്രിക ആൻറ്റി? അവർക്കൊരാവശ്യം വരുമ്പോൾ വല്യമ്മയല്ലേ ആദ്യം ഓടി ചെല്ലേണ്ടത്, പല്ലവി വാദിച്ചു. എന്നിട്ടും ഭാനുമതി വഴങ്ങിയില്ല. പല്ലവി വീണ്ടും വീണ്ടും പലതും പറഞ്ഞ് അവരെ മനസ്സിലാക്കി. ഒടുവിൽ ഭാനുമതി അർദ്ധസമ്മതത്തിലായി. പല്ലവി അവർക്കുള്ള വണ്ടിക്കൂലിയും ചെലവിനുള്ള പണവും നൽകി. അങ്ങനെ അരമനസ്സോടെയാണെങ്കിലും ഉച്ചയ്ക്ക് ശേഷം മാധവനും ഭാനുമതിയും വണ്ടത്താനത്തിന് പോയി. വണ്ടാനം മെഡിക്കൽ കോളേജ്. 4 മണിയായപ്പോൾ മാധവനും ഭാനുമതിയെ അവിടെ എത്തി. ചന്ദ്രയെ കിടന്നിരുന്ന പേവാർഡ് കണ്ടുപിടിക്കാൻ അവർക്ക് അല്പം ബുദ്ധിമുട്ടേണ്ടി വന്നു. കിടക്കയ്ക്കരികിൽ ദത്തൻ ഉണ്ടായിരുന്നു. വാതോരാതെ അയാളോട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് കിടക്കുകയായിരുന്നു ചന്ദ്രിക. ദത്തൻ എല്ലാം മൂളിക്കേൾക്കുന്നതല്ലാതെ ഒന്നിനും മറുപടി നൽകുന്നില്ല. ചന്ദ്രികയുടെ വലത് കൈയുടെ മുട്ടിന് മുകൾ ഭാഗം മുതൽ പ്ലാസ്റ്ററിൽ പൊതിഞ്ഞിരിക്കുന്നു. കാൽപ്പത്തിയിലും കട്ടിയുള്ള ബാൻഡേജ് ഉണ്ട്. കട്ടിലിൻ്റെ ഹെഡ് റെസ്റ്റിലേക്ക് ഒരു പില്ലോ ചാരി വെച്ച് അതിൽ തല ഉയർത്തി വെച്ച് കിടക്കുകയായിരുന്നു. അവൾ വാതിൽക്കൽ ഒരു ചലനം പറഞ്ഞ് അവിടേക്ക് നോക്കി. ഓ, നിങ്ങൾ വന്നോ? വരത്തില്ലെന്ന് പറഞ്ഞിട്ട്? ചന്ദ്രികയുടെ ചോദ്യം കേട്ടാണ് ദത്തൻ തിരിഞ്ഞത്. അയാൾ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. പിന്നെ പുഞ്ചിരിച്ചു. അകത്തേക്ക് വന്നാട്ടെ. മാധവനും ഭാനുമതിയും മുറിക്കുള്ളിലെത്തി. ഭാനുമതി മകളുടെ ചോദ്യത്തിൽ ദേഷ്യം പിടിച്ച ഭാവത്തിലായിരുന്നു. ഞങ്ങളിങ്ങോട്ട് വന്നത് കുറ്റമായി പോയോടേ? അവർ മകളെ സൂക്ഷിച്ചു നോക്കി. അങ്ങനെയൊന്നുമല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ചന്ദ്രിക തൻ്റെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിച്ചു. പിന്നെന്താ, ഞാൻ വിളിച്ചപ്പോൾ അമ്മ അങ്ങനെ പറഞ്ഞത്? എനിക്ക് മനസ്സുണ്ടായിട്ട്. ഭാനുമതിക്ക് ദേഷ്യം അടങ്ങുന്നില്ല. തങ്കം മരിച്ച കാര്യം ഞാൻ വിളിച്ചു പറഞ്ഞപ്പം നീ എന്താ എന്നോട് പറഞ്ഞത്? ഓ, അതാണോ? ചന്ദ്രികയുടെ മുഖത്ത് പുച്ഛഭാവം മിന്നി. ആ അഹങ്കാരിയുടെ തള്ള മരിച്ചെങ്കിൽ കണക്കായിപ്പോയി. അവളെ കാണാൻ എനിക്ക് മനസ്സിലായിരുന്നു, അവളുടെ മോളെയും. ഭാനുമതി അവിടെ കിടന്ന
ബൈസ്റ്റാൻഡറുടെ കട്ടിലിരുന്നു മാധവനും. ഭാനുമതി പറഞ്ഞു, ഇങ്ങോട്ട് വരാൻ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ നീ പറഞ്ഞ ആ അഹങ്കാരി ഉണ്ടല്ലോ പല്ലവി, അവളുടെ നിർബന്ധത്തിന് വഴങ്ങിയ ഞാനും നിന്റെ അച്ഛനും വന്നത്. ചന്ദ്രിക വല്ലാത്ത ഭാവത്തിൽ ചുണ്ടു പിളർത്തി കാണിച്ചു. അവളുടെ ഒരു ഔദാര്യം. നിങ്ങൾ രണ്ടാൾക്കും അവൾ എന്ത് കൈവിഷമാണാവോ തന്നിരിക്കുന്നത്? ഭാനുമതിക്ക് പിന്നെയും ദേഷ്യം വന്നു. കൈവിഷമല്ലടി അവൾ ഞങ്ങൾക്ക് തരുന്നത്. 3 നേരം ആഹാരമാ. ഇക്കാലത്ത് സ്വന്തം മാതാപിതാക്കളെ പോലും നോക്കാത്ത മക്കള് പല്ലവി എന്ന കൊച്ചുമകളെ കണ്ടാ പഠിക്കേണ്ടത്. അത് തനിക്കിട്ട് ഒരു കുത്താണെന്ന് ചന്ദ്രിക തിരിച്ചറിഞ്ഞു. പക്ഷേ മറുപടി പറയും മുമ്പ് ദത്തൻ ഇടപെട്ടു. ദേ, ഇതൊരു ആശുപത്രിയാ, രണ്ടുപേരും അക്കാര്യം മറക്കണ്ട. അതോടെ ഇരുവരും ഒന്നടങ്ങി. പിന്നെ എന്താണ് ഉണ്ടായതെന്ന് ഭാനുമതി മകളോട് ചോദിച്ചറിഞ്ഞു. സമയം കടന്നുപോയി. ചന്ദ്രിക ദത്തൻ്റെ നേർക്ക് തിരിഞ്ഞു. ദത്തേട്ടാ, അമ്മയും അച്ഛനും ഇവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങളെ ഏർപ്പാട് ചെയ്ത ജോലിക്കാരിയോട് വരണ്ടെന്ന് വിളിച്ചു പറ. ദത്തൻ ഫോൺ എടുത്തു. ഭാനുമതി തടഞ്ഞു. വേണ്ട ദത്ത, ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. അവിടെ ഗോപിയും പിള്ളേരും തനിച്ചേയുള്ളൂ. ദത്തൻ നിസ്സഹായനായി ഭാര്യയെ നോക്കി. ചന്ദ്രികയുടെ മുഖം ഇരുണ്ടു. അമ്മയ്ക്ക് അവരാണോ അതോ ഞാനാണോ വലുത്? ഇപ്പോൾ അവർ തന്നെ. കൂസലില്ലാതെ ഭാനുമതിയുടെ മറുപടി പെട്ടെന്നുണ്ടായി. തങ്കത്തിനെ മക്കളെ മനസ്സിലാക്കാതെ ഞാനൊരു സമയത്ത് അവർക്കെതിരെ നിന്നു എന്നത് നേരാണ്. അതിൻ്റെ കാരണക്കാരി നീയായിരുന്നുവല്ലോ. എന്നാൽ ഇപ്പോൾ യഥാർത്ഥ സ്നേഹം തിരിച്ചറിഞ്ഞത് പല്ലവിയിൽ നിന്നാണ്. അതിനാൽ ഞാൻ അവരെ വിട്ടുമാറി നിൽക്കത്തില്ല. ചന്ദ്രികയുടെ ദേഷ്യം വർദ്ധിച്ചു. എങ്കിൽ പിന്നെ നിങ്ങളെ ഇവിടെ ഇരിക്കുന്നത് എന്തിനാ? പോയിക്കൂടെ? പോകാൻ തന്നെയാടി. ഭാനുമതി എഴുന്നേറ്റു. പിന്നെ മാധവനെ നോക്കി. നിങ്ങൾ വരുന്നില്ലേ? മാധവനും എഴുന്നേറ്റു. ദത്താ മോനെ, പോട്ടെ. മകളെ അനിഷ്ടത്തോടെ ഒന്നുകൂടി നോക്കി ഭാനുമതി മുറിയിൽ നിന്നിറങ്ങി. മാധവനും. ചന്ദ്രിക ദത്തനോട് പറയുന്നത് കേട്ടു. നന്ദിയില്ലാത്ത വർഗ്ഗങ്ങൾ. നമ്മൾ വീട്ടിൽ കൊണ്ടു നിർത്തി എന്തുമാത്രം തീറ്റിച്ചതാ. ഭാനുമതിക്ക് ദേഷ്യവും സങ്കടവും ഒന്നിച്ചു വന്നു. അച്ഛനമ്മമാർക്ക് ആഹാരം കൊടുത്തതിൻ്റെ കണക്ക് പറയുന്ന മകൾ. അവരുടെ കാലുകൾക്ക് വേഗത വർദ്ധിച്ചു. ഒപ്പമെത്താൻ മാധവൻ നന്നേ പ്രയാസപ്പെട്ടു. 1-ാം കര സ്കൂളിൽ നിന്ന് മടങ്ങിയെത്തിയ ബാലു സൈക്കിൾ ഒരു മരച്ചുവട്ടിൽ വെച്ചിട്ട് പല്ലവിയെ സഹായിക്കാൻ കടയിലേക്ക് കയറി. നീ ഇവിടെ നിൽക്കണ്ട ബാലു, വീട്ടിൽ അച്ഛൻ മാത്രമേ ഉള്ളൂ, അങ്ങോട്ട് ചെല്ലേ, പല്ലവി പറഞ്ഞു. വല്യച്ഛനും വല്യമ്മയില്ലേ അവിടെ? ബാലുവിൻ്റെ നെറ്റി ചുളിഞ്ഞു. ഇല്ല, പല്ലവി കാര്യം പറഞ്ഞു. ബാലു ഒരു നാരങ്ങ വെള്ളം എടുത്ത് കുടിച്ചു. പിന്നെ ചില്ലുകുപ്പിയിൽ നിന്ന് ഒരു പിടി കടലയും വാരിക്കൊണ്ട് സൈക്കിളിനടുത്തേക്ക് പോയി. അല്പം കഴിഞ്ഞപ്പോൾ സഖാവ് കരുണനും കള്ളുഷാപ്പ് നടത്തുന്ന ദേവസ്യയും വന്നു. മോളെ, 2 കരിക്കിങ്ങെടുത്ത്. സ്റ്റൂളിലിരിക്കുന്നതിനിടയിൽ ദേവസ്യ നിർദ്ദേശിച്ചു. ഗോപിദാസ് കള്ളു ചെത്തുന്ന സമയത്ത് ദേവസ്യയുടെ അപ്പനായിരുന്നു അവിടുത്തെ ലൈസൻസി. അപ്പന് ശേഷം മകനും അതേ പാത പിന്തുടർന്നു. ഷാപ്പിൽ കച്ചവടം എങ്ങനെയുണ്ടാ ചായ? കരിക്ക് വെട്ടി നൽകുന്നതിനിടയിൽ പല്ലവി തിരക്കി. എന്തോ പറയാനോ മോളെ, കള്ളിന് ചെലവ് കുറവാ. വരവ് കള്ള അധികം മാർക്കും വേണ്ട. ചെത്താൻ ആളിനെ കിട്ടാനും ബുദ്ധിമുട്ട്. ചെത്തിക്കൊണ്ടുവരുന്ന 4 പേരുടെയും കള്ള് മിനിറ്റുകൾക്കുള്ളിൽ തീരും. കരിക്ക് വായിലേക്ക് ചരിച്ച് കുറച്ച് കുടിച്ചിട്ട് ദേവസ്യ തുടർന്നു. പിന്നെ അപ്പവും കപ്പയും കറികളുമൊക്കെ മോശമല്ലാത്തതിനാൽ ഒരുവിധം പിടിച്ചു നിൽക്കുന്നു. ബാക്കി കരിക്കും വെള്ളം കൂടി കുടിച്ചിട്ട് ദേവസ്യ തോളിൽ കിടന്ന തോർത്തിൻ്റെ അഗ്രത്താൽ മുഖം അമർത്തി തുറച്ചിട്ട് പറഞ്ഞു. ഗോപിദാസൊക്കെ ചെത്തിയിരുന്ന ആ കാലം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. സമപ്രായക്കാരായിരുന്നല്ലോ ഞങ്ങൾ. അന്ന് ഗോപി അളക്കുന്നതിൻ്റെ 4-1 കള്ള് മറ്റൊരുത്തനും അളന്നിരുന്നില്ല. അതൊക്കെ ഒരു കാലം, സഖാവ് കരുണനും പറഞ്ഞു. ഗോപി ചെത്തിക്കൊണ്ടുവരുന്ന കള്ളിന് ഒരു പ്രത്യേക ലഹരിയായിരുന്നു. പല്ലവി ആ കാലം മനസ്സിൽ കാണാൻ ശ്രമിച്ചു. പിന്നെ തിരക്കി. പുതിയ ചെത്തുകാരെന്താ ചായ കിട്ടാത്തത്? അവൾ കരിക്ക് പിളർത്തി അയാൾക്ക് നൽകി. തൊണ്ടിൻ്റെ ചീകിയെടുത്ത അഗ്രത്താൽ അത് തോണ്ടി ഇളക്കുന്നതിനിടയിൽ ദേവസ്യ മറുപടി നൽകി. ഒന്നാമത് പണി അറിയാവുന്നവർ ഇല്ല. രണ്ടാമത് ഇക്കാലത്തെ ചെറുപ്പക്കാർക്ക് ചെത്തിനോടൊന്നും താല്പര്യമില്ല. പഴയ യൂണിയൻ തൊഴിലാളികളുടെ പിന്തുടർച്ചക്കാർ ആരെങ്കിലും വന്നാൽ കൂടെ നിർത്താൻ ഞാൻ ഒരുക്കമാ. ആരെങ്കിലും വരണ്ടേ? എൻ്റെ അച്ഛൻ യൂണിയൻ തൊഴിലാളി ആയിരുന്നല്ലോ, അപ്പോൾ എനിക്ക് ആ ജോലിക്ക് അർഹതയുണ്ടല്ലോ. പല്ലവിയുടെ ചോദ്യം കേട്ട് കരുണനും ദേവസ്യയും ചിരിച്ചു. പിന്നെ നിനക്കാവും മുൻഗണന. എങ്കിൽ ഞാൻ വന്നാലോ? ഞാൻ 2 കൈ നീട്ടി സ്വീകരിക്കും. ദേവസ്യ പിന്നെയും ചിരിച്ചു. വേണ്ട ദേവസ്യ, കരുണൻ മുന്നറിയിപ്പ് നൽകി. നീ പറഞ്ഞത് തമാശയാണെങ്കിലും നാളെ കാണാം ചിലപ്പോൾ ഇവൾ ചെത്താനായി ഒരുങ്ങി നിൽക്കുന്നത്. ആ വാചകം വീണ്ടും അവിടെ ചിരിയുണ്ടാക്കി. കരിക്കിൻ്റെ പണം നൽകി ദേവസ്യയും കരുണനും പോയി. എന്നാൽ പല്ലവി അതിനെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കാൻ തുടങ്ങി. കള്ളു ചെത്ത് പഠിച്ചാൽ 3 നേരം തെങ്ങിൽ കയറാൻ പോകുന്ന സമയത്തൊഴികെ കടയിൽ നിൽക്കാം. അന്ന് കട അടയ്ക്കുവോളം അവളുടെ ചിന്ത അതായിരുന്നു. മാധവനും ഭാനുമതിയും ആലപ്പുഴയിൽ നിന്നുള്ള ബസ്സിൽ അവിടെ വന്നിറങ്ങി. അവർക്കൊപ്പമാണ് പല്ലവി വീട്ടിലേക്ക് പോയത്. രാത്രിയിൽ എല്ലാവർക്കും ഭക്ഷണം കൊടുത്തിട്ട് പല്ലവിയും കഴിച്ചു. പാത്രങ്ങൾ കഴുകി കമിഴ്ത്തി വയ്ക്കാൻ ഭാനുമതി അവളെ സഹായിച്ചു. അതിനിടയിലാണ് ആശുപത്രി വിശേഷങ്ങൾ കൈമാറിയത്. എന്നാലും വല്യമ്മ അവിടെ തന്നെ 2 ദിവസമെങ്കിലും നിൽക്കേണ്ടതായിരുന്നു, പല്ലവി അഭിപ്രായപ്പെട്ടു. എന്തിന്? ഭാനുമതി ചിരിച്ചു. എൻ്റെ മോളെ, എനിക്കെല്ലാം അറിയൂ പല്ലവി. തറയിൽ കാൽക്കുത്തി നടക്കാൻ കഴിയുന്നതുവരെ അവൾ അനിഷ്ടമൊന്നും പുറത്തു കാണിക്കത്തില്ല.
എന്നാൽ അത് കഴിഞ്ഞാലോ എന്നെ കറിവേപ്പില പോലെ പുറത്താക്കും. അതിനൊക്കെ നിന്ന് കൊടുക്കാതിരിക്കുന്നതാ നല്ലത്. പല്ലവി മറുപടി പറഞ്ഞില്ല. ജോലിയെല്ലാം തീർന്നപ്പോൾ ഭാനുമതി മുറിയിലേക്ക് പോയി. ബാലുവും കിടന്നു കഴിഞ്ഞിരുന്നു. എല്ലാവരും ഉറങ്ങിയെന്നുറപ്പായപ്പോൾ പല്ലവി പതുക്കെ അലമാരയ്ക്ക് മുകളിലുണ്ടായിരുന്ന ഒരു തടിപ്പെട്ടി ശബ്ദം കേൾപ്പിക്കാതെ താഴെ ഇറക്കി. അതിൽ നിറയെ പൊടി പിടിച്ചിരുന്നു. ഒരു പഴയ തുണിയെടുത്ത് നനച്ച് പിഴിഞ്ഞ് പല്ലവി പെട്ടി തുടച്ച് വൃത്തിയാക്കി. പിന്നെ തുരുമ്പ് പിടിച്ച് ലോക്കുമെല്ലാം നീക്കി മൂടി തുറന്നു. അതിനുള്ളിൽ ചില സാധനങ്ങളുണ്ടായിരുന്നു. ഗോപിദാസിൻ്റെ പണി ആയുധങ്ങളും മറ്റും ഓരോന്നായി അവൾ എടുത്തു പുറത്തു വെച്ചു. ഒരു തേറ്, കരുവി, തെങ്ങിൻകുലയിൽ അടിക്കുന്ന ഉപകരണം, കത്തിക്കൂട്, ഒരു ഓലക്കത്തി, ഒരു മൺകുടുക്ക, ഇത്രയുമാണ് ഉണ്ടായിരുന്നത്. കരുവി കാട്ടുപോത്തിൻ്റെയോ അതല്ലെങ്കിൽ കാളയുടെയോ കാലിലെ അസ്ഥിയാണെന്ന് പല്ലവിക്കറിയാം. അവൾ അത് ഉയർത്തി നോക്കി. നല്ല ഭാരം. അല്പനേരം അതിൽ ശ്രദ്ധിച്ചിരുന്ന ശേഷം എല്ലാം തുണി കൊണ്ട് തുടച്ച് അവൾ പെട്ടിയിൽ തന്നെ വെച്ചു. തുടർന്ന് പെട്ടി ഉയർത്തി അലമാരയുടെ മുകളിലും പഴയപടി വെച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ അവൾ ആ കാര്യത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. ഒരിക്കൽ താൻ തെങ്ങിൽ കയറി തേങ്ങ അടർത്തിയപ്പോൾ വാട്സാപ്പിലും മറ്റും വന്ന കമൻറ്റുകൾ അവൾ ഓർത്തു. തെങ്ങു ചെത്താൻ താൻ തയ്യാറായാൽ അതിനു മീതെയായിരിക്കും കമൻറ്റുകൾ. ഏത് ജോലിയും ചെയ്യുന്നത് ഓരോരുത്തരുടെ തീരുമാനമാണ്. മനസ്സും ശരീരവും ഒന്നിച്ചു നിന്നാൽ ഏത് ജോലിയും ചെയ്യാം. അതിൽ മറ്റുള്ളവർ എന്തു പറയുന്നെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. അവനവൻ്റെ ജീവിതമാണ് പ്രധാനം. പല്ലവി സ്വയം ന്യായീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഒരു പെണ്ണ് തെങ്ങ് ചെത്താൻ കയറിയാൽ മാനം അടർന്നു വീഴുമോ? ഇനി കള്ളു ചെത്തുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്ന പ്രവണതയാണ് എന്ന് വാദിക്കുന്നവരും ഉണ്ടായേക്കാം. അങ്ങനെയെങ്കിൽ ഇവിടെ അടിക്കടി ബാറുകളും ബിവറേജസ് ഔട്ട്ലെറ്റുകളും തുറക്കുന്നതോ? അതിൽ തെറ്റായ സന്ദേശമില്ലേ? ഗഡ്ഡാഗരി പോലെയുള്ള പ്രസിദ്ധമായ ഷാപ്പുകളിൽ ഫാമിലിയായല്ലേ ആളുകൾ എത്തുന്നത്? പല യുവതികളും മധുരക്കള്ള് കഴിക്കാറുമുണ്ട്. അല്ലെങ്കിൽ അപ്പം ഉണ്ടാക്കാൻ കള്ള് ഉപയോഗിക്കുന്നില്ലേ? തെങ്ങ് ചെത്താതെ കള്ള് കിട്ടത്തില്ലല്ലോ. അപ്പോൾ ആ ജോലി ചെയ്യുന്നവർ പുരുഷനായാലെന്ത്, സ്ത്രീ ആയാലെന്ത്? ഇങ്ങനെ എല്ലാ വശങ്ങളും ചിന്തിച്ച് സ്വയം ന്യായീകരിച്ച് ഒരു രാത്രിയിൽ പല്ലവി അന്തിമമായ തീരുമാനം കൈക്കൊണ്ടു. താൻ തെങ്ങ് ചെത്ത് പഠിക്കാൻ തീരുമാനിക്കുന്നു. അതിനു വേണ്ടത് അച്ഛൻ്റെയും സമ്മതവും പിന്തുണയുമാണ്. അത് ലഭിക്കുമോ? അവൾ സംശയിച്ചു. ദിവസങ്ങളോളം പല്ലവി തെങ്ങ് ചെത്ത് പഠിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു. അച്ഛൻ്റെയും വല്യച്ഛൻ്റെയും വല്യമ്മയുടെയും മുന്നിൽ എങ്ങനെ കാര്യം അവതരിപ്പിക്കണമെന്നതായി അവളുടെ സംശയം. പെട്ടെന്ന് പറഞ്ഞാൽ വേണ്ട എന്നായിരിക്കും മറുപടി. അവസാനം അവൾ സ്കൂളിൽ പോയിട്ട് വൈകിട്ട് കടയിലെത്തിയ ബാലുവിനോട് ഇക്കാര്യം സംസാരിച്ചു. അപ്പോൾ കടയിൽ ആരും ഉണ്ടായിരുന്നില്ല. കേട്ടപ്പോൾ അമ്പരന്ന് പോയി ബാലു. അല്പനേരം അവൻ ചേച്ചിയെ തുറച്ചു നോക്കിയിരുന്നു. പല്ലവിക്ക് ചിരി വന്നു. നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? ഏയ്, അവൻ ഉറക്കം ഞെട്ടിയതുപോലെ ഒന്നനങ്ങി. ചേച്ചി തമാശ പറയുകയൊന്നുമല്ലല്ലോ. ഇതൊക്കെയാണോടാ തമാശ? അതിരിക്കട്ടെ, എന്താ നിൻ്റെ അഭിപ്രായം? അവൾ അവൻ്റെ ഓരോ ഭാവവും ശ്രദ്ധിച്ചു. ആളുകൾ എന്തു പറയുമെന്ന് ചേച്ചി ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ മറ്റുള്ളവരെ പേടിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? മുഖ്യമന്ത്രിയെയും പ്രധാനമന്ത്രിയെയും കുറിച്ച് ആളുകൾ ദിവസവും എന്തൊക്കെ പറയുന്നു എന്ന് വെച്ച് അവർ സ്ഥാനമാനങ്ങൾ വേണ്ടെന്ന് വയ്ക്കുമോ? പല്ലവി ന്യായീകരിച്ചു. അവരെ പോലെയാണോ നമ്മൾ? അവരൊക്കെ വലിയ ആൾക്കാരല്ലേ. സ്ഥാനമാനങ്ങൾക്ക് അനുസരിച്ചും പണത്തിൻ്റെ സ്വാധീനം കൊണ്ടുമല്ലേ ബാലു ആളുകൾ വലുതും ചെറുതുമാകുന്നത്. നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മൾ പട്ടിണി കിടന്നാൽ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടാവുമോ? അപ്പോൾ നമ്മുടെ ജീവിതം എങ്ങനെ വേണമെന്ന് നമ്മളല്ലേടാ തീരുമാനിക്കേണ്ടത്. മറ്റുള്ളവർ എന്തെങ്കിലും പറയുമെന്ന് കരുതിയിരുന്നാൽ ജീവിക്കാനൊക്കുമോ? ബാലുവിന് ഉത്തരമില്ലായിരുന്നു. അല്ലെങ്കിൽ തന്നെ അത്രയും ഗാഢമായി ചിന്തിക്കാനുള്ള പ്രായവും പക്വതയും അവനായിട്ടില്ല. പല്ലവി പിന്നെയും ചോദിച്ചു. ചേച്ചി തെങ്ങ് ചെത്താൻ പോകുന്നതിൽ നിനക്ക് എന്തെങ്കിലും നാണക്കേടുണ്ടോ? നിന്നെ നോക്കി ചെത്തുകരിയുടെ ആങ്ങളെ എന്നൊക്കെ ചിലർ പറഞ്ഞെന്നിരിക്കും. ബാലു ഒരു നിമിഷം ചിന്തിച്ചിട്ട് പറഞ്ഞു. ആദ്യമൊക്കെ ഒരു കുറച്ചിൽ തോന്നിയേക്കും, പിന്നെ അതങ്ങ് മാറും. എന്തായാലും ഞാൻ ചേച്ചിയുടെ പക്ഷത്താ. ചേച്ചി എന്ത് തീരുമാനിച്ചാലും. പക്ഷെ വീട്ടിൽ സമ്മതിക്കുമോ? പല്ലവി തലയാട്ടി. അക്കാര്യത്തിലേ എനിക്കും സംശയമുള്ളൂ. അല്ലെങ്കിൽ കാര്യഗൗരവമുള്ള ആരെയെങ്കിലും കൊണ്ട് അവിടെ സംസാരിപ്പിക്കണം. നമുക്ക് കരുണൻ സഖാവിനെ കൊണ്ട് സംസാരിപ്പിച്ചാലോ? പെട്ടെന്നാണ് ബാലു ചോദിച്ചത്. അതൊരു നല്ല ആശയമാണെന്ന് പല്ലവിക്കും തോന്നി. നമുക്ക് അങ്ങനെ ചെയ്യാം. ചേച്ചിക്ക് ഈ ജോലി ചെയ്യാൻ ധൈര്യമുണ്ടല്ലോ അല്ലേ? ബാലുവിന് പിന്നെയും സംശയം. ഏത് ജോലി ചെയ്യാനും എനിക്ക് ധൈര്യമുണ്ട്. പറഞ്ഞുകൊണ്ട് തന്നെ പല്ലവി ഫോൺ എടുത്തു. സഖാവ് കരുണൻ്റെ നമ്പറിലേക്ക് കോൾ അയച്ചു. മൂന്നാമത്തെ ബെല്ലിന് അയാൾ കോൾ എടുത്തു. സഖാവേ, ഞാനാ പല്ലവി. എന്താ മോളെ? സഖാവ് ഇപ്പോൾ എവിടെയാ? എനിക്കൊന്ന് കാണണമായിരുന്നു. ഞാൻ പത്തനംതിട്ട വരെ വന്നതാ ഒരു പാർട്ടി പരിപാടിക്ക്. നാളെ രാവിലെ കടയ്ക്ക് വന്നാൽ മതിയോ? കരുണൻ തിരക്കി. അത് മതി. അവൾ കോൾ മുറിച്ചു. ബാലു സൈക്കിളിൽ കയറി വീട്ടിലേക്ക് പോയി. അമിച്ചക്കരി ചന്ദ്രിക ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് 2 ദിവസങ്ങൾ കഴിഞ്ഞു. കയ്യിലെ പ്ലാസ്റ്റർ മാറ്റിയിട്ടില്ല. കാലിലെ മുറിവും ഭേദമായിട്ടില്ല. അത്യാവശ്യ കാര്യങ്ങൾക്കെല്ലാം ഒരാളുടെ സഹായം വേണം. ഗൗതത്തിനെയാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കാൻ പോലും കിട്ടില്ല. ദത്തനാണെങ്കിൽ ബിസിനസ് കാര്യങ്ങൾക്ക് പുറത്തു പോയേ പറ്റത്തുള്ളൂ. ഒരു ഹോം നേഴ്സിനായി ദത്തൻ ചില ശ്രമങ്ങൾ നടത്തിയെങ്കിലും കഴിഞ്ഞില്ല. ഗൗതം പീഡനക്കേസിലെ പ്രതിയായതാണ് പ്രധാന കാരണം.
അവസാനം ഇത്തിരി അകലെയുള്ള പ്രായമായ ഒരു സ്ത്രീയെ ദത്തൻ കൊണ്ടുവന്നു. മൂക്കത്ത് ചുണ്ടിയുള്ള ചന്ദ്രയ്ക്ക് അവരുമായി ഒത്തുപോകുവാൻ കഴിഞ്ഞില്ല. അവൾ പറയുന്ന വേഗത്തിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ ആ സ്ത്രീയുടെ പ്രായം അനുവദിച്ചില്ല. ഒറ്റ ദിവസം നിന്നിട്ട് ആ സ്ത്രീ മടങ്ങിപ്പോയി. ചന്ദ്രികയുടെ ദേഷ്യം ദത്തനോടായി. ഞാനിവിടെ കിടന്ന് ചത്താലും അച്ഛനും മകനും ഒന്നുമില്ലെന്ന് എനിക്കറിയാം. ദത്തൻ ഭാര്യയെ തുറച്ചു നോക്കി. പോകേണ്ട കാര്യത്തിന് എനിക്ക് പോകാതിരിക്കാൻ പറ്റുമോടി? പിന്നെ ഗൗതത്തിൻ്റെ കാര്യം എന്നോട് പറയണ്ട. അതെന്താ, നിങ്ങളുടെ മോനല്ലേ അവൻ? ചന്ദ്രിക വഴക്കിന് കോപ്പ് കൂട്ടുകയാണ്. എൻ്റെ മകനാണെങ്കിലും അവനെ വഷളാക്കിയത് നീ ഒരുത്തിയ. എന്താ സംശയമുണ്ടോ? ആഹാ, ഇപ്പം കുറ്റം മുഴുവൻ എനിക്കായോ? ചന്ദ്രിക പരിഹസിച്ചു. അല്ല, കുറ്റം എൻ്റേത് തന്നെയാ. നിനക്കും ഞാൻ അമിത സ്വാതന്ത്ര്യം അനുവദിച്ചു തന്നു. അയാൾ എഴുന്നേറ്റു. നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നിന്റെ അപ്പനെ അമ്മയെ ഇവിടെ കൊണ്ടുവിടാൻ ഞാൻ പറഞ്ഞോ? സ്വന്തം തീരുമാനപ്രകാരമല്ലേ നീ അത് ചെയ്തത്? അത് പിന്നെ ചന്ദ്രികയിൽ ഒരു പരിങ്ങലുണ്ടായി. അങ്ങനെ ചെയ്തത് ചില കണക്കുകൾ കൂട്ടിയിട്ടാ. അത് നടക്കാഞ്ഞത് എൻ്റെ കുറ്റം കൊണ്ടാണോ? അല്ലടി, എൻ്റെ കുറ്റം കൊണ്ടാ. ദേഷ്യത്തോടെ അത്രയും പറഞ്ഞിട്ട് ദത്തൻ ഇറങ്ങിപ്പോയി. ചന്ദ്രികയ്ക്ക് ദേഷ്യവും വിഷമവും ഒന്നിച്ചുണ്ടായി. ഒരാൾ വീണു പോകുമ്പോഴേ പല തിരിച്ചറിവുകളും ഉണ്ടാകുമെന്ന് അവൾക്ക് ബോധ്യമായി. പക്ഷേ അപ്പോഴും അവൾ ശപിച്ചത് പല്ലവിയെയാണ്. അവൾ ഗൗതവുമായുള്ള വിവാഹത്തിന് സമ്മതിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാകുമായിരുന്നില്ലെന്ന് ചന്ദ്രികയ്ക്ക് തോന്നി. ഒപ്പം അവളുടെ പതനം കാണാതെ താൻ അടങ്ങില്ലെന്നും ചന്ദ്രിക തീരുമാനിച്ചു. കഥ തുടരും.